Welcome back to VKP Commerce Education. Today we are going to discuss about marginal costing equation. മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ ഇക്വേഷൻസും മീൻസ് പി വി റേഷ്യോ, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ മാർജിനൽ കോസ്റ്റിംഗിൻ്റെ അപ്ലിക്കേഷൻ ഏരിയാസിലുള്ള എല്ലാ ഇക്വേഷൻസും ഫുൾ ഇക്വേഷൻസും നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ പാർട്ട് 3 ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് video lecture series. We are discussing marginal costing equations, formula for break-even analysis, PV ratio, margin of safety, contribution analysis. First of all, ഈ പറയുന്ന എല്ലാ ഇക്വേഷൻസും നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റിൽ നിന്നാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് മീൻസ് here profit is calculated sales minus variable cost is equal to contribution less fixed cost is equal to profit. A profit calculate ചെയ്യുന്ന sales minus variable cost is equal to contribution minus fixed cost is equal to profit എന്നുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ഇക്വേഷൻസും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും എന്ത് പറയുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്താലും സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്, ഇങ്ങനെയും എന്ത് ചെയ്യാം, ടോട്ടൽ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ വേരിയബിൾ കോസ്റ്റിന് പ്രത്യേകത, ഇറ്റ് ഈസ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ പ്രൊപ്പോർഷൻ വിത്ത് വോളിയം. ഇത്രയും ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഫോർത്ത്, variable cost ratio. Variable cost ratio is equal to variable cost by sales into 100. അതിൽ നിന്ന് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് അതിന് ഡെവലപ്പ് ചെയ്യാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ദെൻ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ എന്നുള്ള ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ പി വി റേഷ്യോ ഒരു ഹെഡാക്കി മാറ്റുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇത് ഒരു ഹെഡ് ക്രോഡീകരിച്ചു വരുന്നുണ്ട്. ഓക്കെ. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പി വി റേഷ്യോ വരും. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ സെയിൽസ് പെർ യൂണിറ്റ് ഇൻറ്റു 100 ഉപയോഗിച്ചാലും പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അതർവൈസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ഉപയോഗിച്ചുകൊണ്ടും പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ഉപയോഗിച്ചുകൊണ്ടും പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ കണ്ടെത്തിയത് ഒരു ഇക്വേഷൻ ആയിരുന്നു, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഇക്വേഷൻ. ഇനി പി വി റേഷ്യോ നമുക്ക് മൂന്നായിട്ട്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ബൈ സെയിൽസ് ഇൻറ്റു സെയിൽസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ബൈ സെയിൽസ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസും മൾട്ടിപ്ലൈഡ് വിത്ത് പി വി റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിന് ഈക്വലന്റ് ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ്. അതായത് ഫിക്സഡ് കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രോഫിറ്റ് ഈസ് 0 അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നായിരിക്കും. അതുകൊണ്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തുന്നത്. ദെൻ അവിടെ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു, അവിടെ വെച്ചിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ എന്നുള്ള ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഫ്രം ദിസ് പി വി റേഷ്യോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആവാം, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആവാം, ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ ബി ഇ പി സെയിൽസും ആവാം എന്നുള്ളതാണ്. ദെൻ ബി ഇ പി സെയിൽസ് ഇൻ റുപ്പീസ് ഫിക്സഡ് കോസ്റ്റ് ബൈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നുള്ള ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്താൽ മതിയാകും. ദെൻ ബി ഇ പി സെയിൽസ് ഇൻ യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ അവിടെ വെച്ചിട്ട് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രേക്ക് ഈവൻ സെയിൽസ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ.
പി വി റേഷ്യോ വെച്ച് ഉപയോഗിച്ചുകൊണ്ട്, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഈവൻ സെയിൽസ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ഉപയോഗിച്ചുകൊണ്ടും കോൺട്രിബ്യൂഷൻ കാണാം. അപ്പം വ്യത്യസ്തമായ മാർഗ്ഗങ്ങളാണ്. നിങ്ങളൊരു പ്രോബ്ലം തന്നിട്ട് ആൻസർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നോക്കിയാൽ മതി. ഓക്കെ, ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ സെയിൽസ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് ആയിരിക്കും ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. Then margin of safety sales into PV ratio is equal to profit ആയിരിക്കും മറ്റൊരു ഇക്വേഷൻ പറയുന്നത്. Margin of safety sales into PV ratio is equal to profit. Then margin of safety ratio is equal to margin of safety sales divided by total sales. Cash BEP is equal to cash fixed cost divided by contribution per unit. ഇനി നമ്മൾ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ലെസ് ലോസ് എന്ന ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്തുകൊണ്ടും കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ബി പി സെയിൽസ് ഇൻ റുപ്പീസ് ആവുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ഉപയോഗിക്കാം. ഇൻ യൂണിറ്റ്സ് ആണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഉപയോഗിക്കാം. MOS മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് ആണെങ്കിൽ ഇൻ റുപ്പീസ് പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ഉപയോഗിക്കാം. ഇൻ യൂണിറ്റ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഉപയോഗിക്കാം. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ബി പി സെയിൽസും മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. The next calculation of variable cost per unit ആണ്. Variable cost per unit is equal to total variable cost divided by total produced units. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റൊരു മാർഗ്ഗമാണ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ്. ദെൻ കോൺട്രിബ്യൂഷൻ നമ്മൾ ക്രോഡീകരിക്കുകയാണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ലെസ് ലോസ്. ഇക്വേഷൻസ് എല്ലാം അഡോപ്റ്റ് ചെയ്ത കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റിന്റെ കാൽക്കുലേഷൻ നമ്മൾ ക്രോഡീകരിക്കുകയാണ്. ബി പി സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ അഡോപ്റ്റ് ചെയ്താൽ ഫിക്സഡ് കോസ്റ്റ് കാണാം. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് profit. Fixed cost is equal to contribution plus loss. Now another marginal costing equation ആണ് BEP sales plus margin of safety sales is equal to total sales. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടതാണ്. Less variable cost is equal to contribution minus fixed cost is equal to profit. ഈ രൂപത്തിൽ നമ്മൾ പ്രോഫിറ്റിലോട്ട് എത്തിച്ചേരാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. Then another equation BEP sales in percentage to total sales plus margin of safety sales in percentage of total sales is equal to total sales or 100% sales. Margin of safety ratio is equal to margin of safety sales divided by total sales into 100. Then break even point നമ്മൾ ക്രോഡീകരിക്കുകയാണ്. break even point is equal to fixed cost by contribution per unit. യൂണിറ്റിൽ കിട്ടുന്നതിന് വേണ്ടി ഇൻ റുപ്പീസ് ഓർ വാല്യൂ കിട്ടുന്നതിന് വേണ്ടി ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഓർ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് വാല്യൂ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള ഇക്വേഷനും അഡോപ്റ്റ് ചെയ്യാം. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻസ് നമ്മളുടെ വീണ്ടും ക്രോഡീകരിക്കുകയാണ്. ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ഉപയോഗിച്ചാലും മാർജിൻ ഓഫ് സേഫ്റ്റി കാണാം. പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് കിട്ടും. സെയിൽസ് യൂണിറ്റ് അറ്റ് ഡിസൈഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അഡോപ്റ്റ് ചെയ്യാം. സെയിൽസ് വാല്യൂ ഫോർ ഡിസൈഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ എന്ന ഇക്വേഷനും അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ, ഇക്വേഷനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ.